ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രഷർ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഈ പിങ്ക് കളറിലുള്ള അമ്പലപ്പുഴ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പായസം തയ്യാറാക്കാൻ കുക്കർ എടുക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നല്ല വൃത്തിയുള്ള കുക്കർ തന്നെ എടുക്കാനായിട്ട് നോക്കണം. നമ്മൾ കറികളൊക്കെ വെക്കണ കുക്കറാണെങ്കിൽ അത് നന്നായിട്ട് കഴുകിയിട്ട് തന്നെ വേണം എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കി വരുമ്പോൾ അത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഈ കുക്കർ പായസം മാത്രം ചെയ്യാനായിട്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ കുക്കർ എടുക്കുമ്പോൾ വലിയ സൈസ് കുക്കർ തന്നെ എടുക്കാനായിട്ട് നോക്കുക. കുറഞ്ഞത് ഒരു 5 ലിറ്ററിൻ്റെ കുക്കറെങ്കിലും എടുക്കാനായിട്ട് നോക്കണം. പാൽപ്പായസം ഉണ്ടാക്കുമ്പോൾ ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് നോക്കുക. അപ്പോഴാണ് നമ്മുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഞാനിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എപ്പോഴും എടുക്കാറുള്ള അളവ് ഗ്ലാസ്സിൽ അത് ആ പാലിൻ്റെ പാത്രം ഒന്ന് കഴുകിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഈ പാലൊന്ന് ചൂടായി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാലൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൽ 3/4 കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു 1/2 കപ്പിൽ താഴെയായിട്ട് ഉണക്കല്ലരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണക്കല്ലരി നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പായസം റൈസ് എടുത്താൽ മതി. അപ്പോൾ ഇതൊരു ചുവന്ന കളറിൽ ഇരിക്കുന്ന ഒരു അരിയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ പാലിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ഉണക്കല്ലരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1/2 കപ്പിൽ താഴെയായിട്ട് വേണം അരി എടുക്കാനായിട്ട്. അപ്പോൾ ഈ അളവിൽ തന്നെ പാലും അരിയും പഞ്ചസാരയൊക്കെ ചേർക്കാൻ നോക്കുക. അപ്പോഴാണ് നല്ലൊരു പാൽപ്പായസം നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് പാലിൻ്റെ മധുരം നോക്കിയിട്ട് ബാക്കി പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിത് മധുരം കറക്റ്റാണ്. അപ്പോൾ നമ്മൾ കുക്കർ മൂടി കൊടുത്തിട്ടുണ്ട്. ഇതിനി ചെറിയ ബർണറിൽ ഏറ്റവും ചെറിയ തീയിൽ ഒരു 35 മിനിറ്റ് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ വേണം, ചെറിയ ബർണറിൽ വേണം ഇത് വെക്കാനായിട്ട്. വിസിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ാണ്ട് ഇനി ഇതിവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ പായസത്തിൻ്റെ പണി ഇതോടുകൂടി നമുക്ക് കഴിഞ്ഞു. ഇനി നമ്മുടെ കുക്കറാണ് ഈ പായസത്തിൻ്റെ പണികളൊക്കെ ചെയ്യുക. ഇനി അതിൽ കിടന്ന് നമ്മുടെ പായസം കുക്കായി നല്ല പിങ്ക് കളറിൽ ആയിട്ട് വരും. അപ്പോൾ ഏറ്റവും ചെറിയ ബർണറിൽ ലോ ഫ്ലെയിമിൽ നമ്മുടെ കുക്കർ അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഈ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു ചെറിയ സൗണ്ട് വന്നു, ആ ഒരു പ്രഷർ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു സൗണ്ട് വരുന്നില്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ നിന്ന് ഒരു സ്വല്പം കൂട്ടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ പ്രഷറൊക്കെ വന്ന് സൗണ്ട് വന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മാത്രമേ നമ്മുടെ പായസം റെഡിയായി വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ വിസിൽ വന്നു വെച്ചാൽ പേടിക്കാനൊന്നുമില്ല. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും തീ കത്തിച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതി. ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുക്കറിൽ നിന്ന് വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഓണാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കുക്കർ ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പിങ്ക് കളറിൽ നല്ലൊരു പാൽപ്പായസമായിട്ട് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിയട്ടെ. ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ കുക്കറിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. നമുക്കിത് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ പായസം നല്ല പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് ചേർക്കണം എന്നൊന്നുമില്ല, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 തുളസിപ്പൂവും ചെറ്റിപ്പൂവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു അമ്പലത്തിലെ പായസത്തിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അമ്പലപ്പുഴ പായസം അല്ലെങ്കിൽ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഈ പാൽപ്പായസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.